ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വഴുതിരിങ്ങ ഫ്രൈ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അതിനായിട്ട് നമ്മൾ ഇതേപോലെ വഴുതിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതായത് നീളത്തിലുള്ളതല്ല, ഇതേ വഴുതിരിങ്ങ എടുക്കുക. ഇനി നമ്മളതൊന്ന് കഴുകി കട്ട് ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വഴുതിരിങ്ങ ഫ്രൈ ചെയ്യാത്തവരായിട്ട് ആരുമില്ല. എന്നാലും ഇതേപോലെ ഒന്ന് മസാലക്കൂട്ടിലൊന്ന് ചെയ്ത് നോക്കണേ. ഇതേ വലിപ്പത്തിലാണ് കനത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഒരല്പം കനം ഉണ്ടെങ്കിൽ മാത്രമാണ് വഴുതിനങ്ങ നേരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അറിയാലോ. ഇതേ വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു 1/2 സ്പൂൺ അളവിൽ ഉപ്പ് അതും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതിനങ്ങ അതിലേക്ക് ഇട്ട് വെക്കുക. അതിലിട്ടിട്ട് നമ്മൾക്കൊരു 10-15 മിനിറ്റ് കിടക്കട്ടെ. ഇനി നമ്മൾക്ക് വേണ്ടത് അതിലേക്ക് കുറച്ച് വാളംപുളി ഉണ്ട്. വാളംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ല കട്ടിക്കായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് മുഴുവൻ ആവശ്യമില്ല, കുറച്ചേ ആവശ്യമുള്ളൂ. അപ്പോൾ വഴുതിനങ്ങയെല്ലാം ഞാൻ വെള്ളത്തിൽ നിന്ന് കഴുകി മാറ്റി നല്ലപോലെ ഡ്രൈ ആക്കി ഇതാ വെച്ചിട്ടുണ്ട്. അതായത് വെള്ളമെല്ലാം വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബൗളിലേക്ക് ഒരു 3/4 സ്പൂൺ അരിപ്പൊടിയും 1/2 സ്പൂൺ മൈദയും ഒരു 3/4 സ്പൂൺ മുളക് പൊടിയും പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു 1/4 സ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഞാൻ അത് ചേർത്തിരിക്കുന്ന ഒരു 1/2 സ്പൂൺ അളവിൽ സാമ്പാർ പൗഡറാണ്. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക, നല്ല രുചിയായിരിക്കും വഴുതിനങ്ങ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ആ പുളിവെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം വാളം പുളിവെള്ളം. പിന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് ചതച്ചതും കൂടി ചേർത്തു. എന്നിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അത് മിക്സ് ചേർക്കുക. അപ്പോൾ നമ്മൾ അരിപ്പൊടിയും മൈദപ്പൊടിയും നിർബന്ധമായിട്ട് ചേർക്കുക. അപ്പോൾ അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. പുറമേ വഴുതിനങ്ങ എത്ര ഇതായാലും ഉള്ളൊന്നും അങ്ങനെ ക്രിസ്പിനെസ് ആവുമൊന്നുമില്ല, എന്നാലും ഒരുവിധം നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. പിന്നെ മൈദപ്പൊടി ചേർത്തുകൊണ്ട് അരിപ്പൊടി നമുക്ക് ഇളകിപ്പോകാതെ അതും കിട്ടും, മസാല ഇളകിപ്പോകാതെ കിട്ടും. ഇതേപോലെ ടൈറ്റിൽ നന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ വാളംപുളി പിഴിഞ്ഞുകൊണ്ട് നല്ല രുചിയായിരിക്കും. ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി കൂടി ഇപ്പോൾ അതിലേക്ക് ചേർത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമ്മളതിൻ്റെ പകുതി മസാല വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു. ഇനി നമ്മൾക്ക് ആ വഴുതിനങ്ങ പകുതി ഭാഗം എടുത്തതിന് ശേഷം ഇതേപോലെ 2 സൈഡും തേച്ച് വെക്കുക. അതായത് നമ്മൾ എടുത്ത വഴുതിനങ്ങയുടെ പകുതി പോർഷൻ എടുക്കുക, എന്നിട്ട് തേച്ച് വെക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി മുഴുവൻ തേച്ച് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഫ്രൈ പാനിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ വഴുതിനങ്ങ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയ നല്ല രുചികരമായ ഒരു ഐറ്റമാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടിവശം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ പതുക്കെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി അപ്പോൾ നമുക്ക് ആ വെളുത്ത ഭാഗം കാണുന്ന അവിടെയൊക്കെ വേണമെങ്കിൽ മസാല ഇതേപോലെ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു തവണ കൂടി അതൊന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ 2 വട്ടമായിട്ട് നമ്മളിത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഒരു രുചിയാണ്. ഇനിയിപ്പോൾ നമ്മളതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നമുക്കത് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ അടിപൊളി വഴുതിനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേ മസാല കൂട്ട് തന്നെ പുളിയെല്ലാം ഒഴിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ബാക്കി മസാലയിൽ ബാക്കി പകുതി കൂടി ഇതേപോലെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഓയിലൊന്നും ഇളകി മസാല വന്നിട്ടേ ഇല്ല, നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്നിട്ട് അതുകൂടി ഇങ്ങനെ പൊരിച്ച് എടുക്കാം. അപ്പോൾ നമ്മൾ അടിവശത്തൊക്കെ തിരിച്ചിടുന്ന സമയത്ത് ഒന്ന് ഇളകി പോയിട്ടുണ്ടെങ്കിൽ ലേശം മസാല അതിൻ്റെ മേലെ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നതിന് ശേഷം അത് കോരി മാറ്റി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ അടിപൊളി വഴുതിനങ്ങ ഫ്രൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൂട് ചോറിൻ്റെ കൂടെ നമ്മൾക്ക് ഈ ഒരു വഴുതിനങ്ങ ഫ്രൈ ഒരു 5-6 പീസ് എടുക്കാം. പിന്നെ നല്ലൊരു മോര് കാച്ചിയതുണ്ട്. അപ്പോൾ സൂപ്പറായില്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്